നമസ്കാരം. ഞാൻ ഡോക്ടർ ജയകുമാർ, തൃക ആയുർവേദ സെൻറ്ററിൽ നിന്നും താങ്കളോട് വീണ്ടും സംസാരിക്കുവാൻ വന്നിരിക്കുന്നു. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വല്ല ഓർമ്മയുമുണ്ടോ? കഴിഞ്ഞ തവണ നമ്മൾ ലിവിങ് വേൾഡും നോൺ ലിവിങ് വേൾഡും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. ഈ പ്രപഞ്ചത്തിലുള്ള സകല പദാർത്ഥങ്ങളെയും ലിവിങ് ആയിട്ടും നോൺ ലിവിങ് ആയിട്ടും പറയാമെന്ന് പറഞ്ഞു. ലിവിങ് അല്ലെങ്കിൽ ജീവനുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനം ജീവൻ എന്ന പ്രതിഭാസം തന്നെയാണെന്ന് പറഞ്ഞു. അപ്രകാരം ജീവനുള്ള പദാർത്ഥങ്ങൾക്ക് ഒരു ശരീരവും ഒരു മനസ്സും അതിൻ്റെ ഉള്ളിൽ ജീവനെ ആത്മാവെന്ന് സോൾ എന്ന് പറയുന്ന ഒരു അംശവും ഉണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. ഇതിൽ ജീവൻ ചികിത്സയുടെ വിഷയമല്ല എന്നും അതീവ സൂക്ഷ്മമായിട്ട് പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ഭാഗമാണെന്നും പറയുകയുമുണ്ടായി. ശരീരവും മനസ്സും ചികിത്സയുടെ വിഷയമാകുന്നത് എന്തുകൊണ്ടെന്നാൽ അവയിലാണ് സുഖങ്ങളും ദുഃഖങ്ങളും നിലനിൽക്കുന്നത് എന്നതിലാണെന്നും സൂചിപ്പിച്ചു. അങ്ങനെ ശരീരത്തിന് സുഖമുണ്ട് എങ്കിൽ നമ്മൾ അതിനെ സുഖമുള്ള ജീവൻ, സുഖമുള്ള ആയുസ് എന്ന് വിളിക്കുന്നു. മനസ്സിന് സുഖമുണ്ട് എങ്കിൽ നമ്മൾ അവിടെയും സുഖമുള്ള മനസ്സ്, സുഖമുള്ള ആയുസ് എന്ന് പറയുന്നു. ഈ സുഖത്തെ നമ്മൾ ആരോഗ്യമെന്നും സുഖമില്ലാത്ത അവസ്ഥയെ നമ്മൾ ദുഃഖമെന്നും ആ ദുഃഖത്തെ നമ്മൾ രോഗമെന്നും വിളിക്കുന്നു. ഇങ്ങനെ സകലവിധ സുഖത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും അടിസ്ഥാനം ശരീരവും മനസ്സുമാകുന്നു. അതേപോലെ തന്നെ സകലവിധ ദുഃഖത്തിൻ്റെയും രോഗത്തിൻ്റെയും അടിസ്ഥാനവും ഇതേ ശരീരവും ഇതേ മനസ്സും ആകുന്നു. ഇങ്ങനെ സുഖവും ദുഃഖവും രോഗവും ആരോഗ്യവും ഇടചേർന്ന് കലർന്നതാണ് നമ്മുടെ ജീവിതം. ഈ പ്രപഞ്ചത്തിലുള്ള സകല പദാർത്ഥങ്ങളെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവയ്ക്കെല്ലാം വളരെ സബ്റ്റിൽ, സൂക്ഷ്മമായ ഒരു ഭാഗമുണ്ട്. അപ്രകാരം തന്നെ വളരെ ഗ്രോസ്, തിരിച്ചറിയാവുന്ന സ്ഥൂലമായ ഭാഗങ്ങളുമുണ്ട്. സബ്റ്റിലായിട്ട് സൂക്ഷ്മമായ ഭാവങ്ങളും സ്ഥൂലങ്ങളായ ഭാവങ്ങളും മെഷറബിളായിട്ടുള്ള ഗ്രോസ് ആയിട്ടുള്ള ഭാഗങ്ങളും ചേർന്നതാണ് നമ്മൾ ഈ കാണുന്ന സകലവിധ പദാർത്ഥങ്ങളും. മനുഷ്യനായാലും പാറ്റയായാലും പരുന്തായാലും മണ്ണായാലും കല്ലായാലും സൂക്ഷ്മമായ ഭാഗങ്ങളെ, സബ്റ്റിലായ ഭാഗങ്ങളെ നമുക്ക് പല വിധത്തിൽ പറയാം. ആറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയാം, മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയാം, സെല്ലുലാർ സ്ട്രക്ചർ എന്ന് പറയാം, ക്വാണ്ടംസ്, എനർജികളുടെ ക്വാണ്ടംസ് എന്ന് നമുക്ക് പറയാം. ഇവയെ നമ്മളുടെ കണ്ണിൽ കൂടി, നമ്മുടെ നഗ്ന ദൃഷ്ടികളിൽ കൂടി നമുക്ക് നേരിട്ട് കാണുവാൻ കഴിയുന്നതല്ല. ഇമേജിംഗ് ടെക്നിക്സ്, പുതിയ ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്തു വരുമ്പോൾ വളരെയധികം ഉള്ളിലോട്ട് നമ്മൾ പ്രവേശിച്ചുവെങ്കിലും അതിനും അതീതമായിട്ടുള്ള സൂക്ഷ്മഭാവങ്ങളെ നമുക്ക് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്നാൽ ഗ്രോസ് ആയിട്ടുള്ള തിരിച്ചറിയാവുന്ന സ്ഥൂലഭാവങ്ങൾ മെഷറബിളാണ്. അവയ്ക്ക് ഒരു നീളം, ലെങ്തോ ബ്രെഡ്ത്തോ വിഡ്ത്തോ ഉണ്ടാകും. അവയ്ക്കൊരു മാസ് ഉണ്ടാകും. അവയെ നമ്മൾ മാറ്റർ, പിണ്ഡം, പദാർത്ഥം എന്ന് നമ്മൾ പറയുന്നു. ഇങ്ങനെ മാസുള്ള എല്ലാവിധ ഭാവങ്ങളെയും നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും. ഒരു കൊതുകിൻ്റെ അവസ്ഥ, ഒരു കൊതുകിൻ്റെ ആകൃതി, അതിൻ്റെ ഭാരം, ഒരു ആനയുടെ ആകൃതി, ഒരു മനുഷ്യൻ്റെ ആകൃതി, ഒരു പ്രത്യേക തന്മാത്രയുടെ ഘടന, അതിൻ്റെ ആകൃതി, അതിൻ്റെ ഭാരം, ഇതെല്ലാം നമുക്ക് മെഷർ ചെയ്യാം. ഇങ്ങനെ പ്രപഞ്ചത്തിലുള്ള സകല പദാർത്ഥങ്ങളും സൂക്ഷ്മവും സ്ഥൂലവും ആയി മാറപ്പെടുന്നു. ഇത് തന്നെ മനസ്സ് എന്ന പദാർത്ഥത്തിനും മനസ്സ് എന്ന അവസ്ഥയ്ക്കും ബാധകമാണ്. മനസ്സിൻ്റെ സൂക്ഷ്മഭാവങ്ങൾ, സൂക്ഷ്മമായ പ്രിൻസിപ്പിൾ, സൂക്ഷ്മമായ തത്വങ്ങൾ, ത്രിഗുണങ്ങൾ, 3 ഗുണങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ബാലൻസ് ചെയ്യപ്പെടുന്ന സാത്വിക ഗുണങ്ങളും ആക്ടിവേഷൻ എനർജിയും ആക്ടിവിറ്റി നൽകുന്ന രാജസിക ഗുണങ്ങളും, ക്രമത്തിലോ ക്രമമല്ലാതെയോ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന താമസിക ഗുണങ്ങളും സൂക്ഷ്മഭാവങ്ങളാകുന്നു. ഇവ നൽകുന്ന വ്യക്തിത്വങ്ങൾ, കാമാൻ ക്വയറ്റായിട്ട് ചിന്തിക്കുവാനുള്ള കഴിവുകൾ, വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുവാനുള്ള കഴിവുകൾ, എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് നിശ്ചയിച്ച് സമയമെടുത്ത് ചെയ്യുന്ന പ്രകൃതികൾ തുടങ്ങി നാനാവിധത്തിലുള്ള വ്യക്തിത്വങ്ങളായിട്ട് മനസ്സ് മാറ്റപ്പെടുന്നു. ഈ വ്യക്തിത്വ സവിശേഷതകൾ അതിൻ്റെ സ്ഥൂലഭാവങ്ങളാകുന്നു. ഈ സൂക്ഷ്മങ്ങളായ ഗുണങ്ങൾ നിറഞ്ഞ മനസ്സ്
അവയുടെ സ്ഥൂലത്തിൽ നമ്മുടെ പേഴ്സണാലിറ്റികളും വ്യക്തിത്വവും ബിഹേവിയറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇപ്രകാരം തന്നെ ശരീരത്തിനും സൂക്ഷ്മഭാവങ്ങളുണ്ട്, സ്ഥൂലഭാവങ്ങളുണ്ട്, സബ്ട്ടിലായുള്ള ഘടകങ്ങളുണ്ട്, ഗ്രോസ് ആയിട്ടുള്ള ഘടകങ്ങളുണ്ട്. ഈ സബ്ട്ടിലായ ഘടകങ്ങളെ പൂർവികർ 2-3 സിദ്ധാന്തങ്ങളിൽ കൂടി 2-3 ഘടകങ്ങളിൽ കൂടി പറയുന്നു. ഒരു പദാർത്ഥത്തിന് അതിൻ്റെ മാസ്, അതിൻ്റെ തൂക്കം, അതിൻ്റെ പിണ്ഡം എത്രയെന്ന് തിരിച്ചറിയുന്ന ഭാവങ്ങളെ അവർ ഭൂമി എന്ന്, പൃഥ്വി എന്ന് വിളിക്കുന്നു. അതിൻ്റെ അകത്ത് അവയുടെ തന്മാത്രകളെ, അവയുടെ മോളിക്യൂൾസിനെ യോജിപ്പിച്ച് നിർത്തുന്ന ഭാവങ്ങളേതോ അവയെ അവർ ജലം എന്ന് വിളിക്കുന്നു. അതിൻ്റെ അകത്ത് ഈ തന്മാത്രകളിലും ഈ മോളിക്യൂളുകളിൽ കൂടി നടക്കുന്ന സകലവിധ കെമിക്കൽ ചേഞ്ചുകൾ, കെമിക്കൽ ബോണ്ടിങ്ങുകൾ, അവയുടെ വിഘടനങ്ങൾ, അവ പുതിയ രീതിയിലുണ്ടാകുന്ന ആ രീതികളെയെല്ലാം അവർ അഗ്നി എന്ന് വിളിച്ചു. ഇപ്രകാരം ഓരോ ഘടന ഉണ്ടാകുന്നതും ആ ഘടനകൾ മാറുന്നതും അവയിലുള്ള ബോണ്ടിങ്ങിൽ വരുന്ന വ്യത്യാസങ്ങളും ഇത്തരം ഘടകങ്ങൾക്കെല്ലാം അവയെ കൺട്രോൾ ചെയ്തും നിയന്ത്രിച്ചും നൽകുന്ന ഭാവങ്ങളെയെല്ലാം അവർ വായു എന്ന് വിളിച്ചു. അപ്രകാരം ഇവയെല്ലാം നിൽക്കുവാനായിട്ട് ആ മാസോട് കൂടിയ ആ പദാർത്ഥമേതോ അതിന് എത്രത്തോളം മെഷർമെൻറ്റുകൾ വരുന്നു, ആ മെഷർമെൻറ്റിനെ അവർ ആകാശം അല്ലെങ്കിൽ സ്പേസ് എന്ന് വിളിച്ചു. അങ്ങനെ ഒരു അണു തുടങ്ങി ഒരു ആന വരെ, അതിനുള്ളിലുള്ള എല്ലാ ജീവൽ പദാർത്ഥങ്ങൾക്കും, ഒരു മണ്ണിൻ്റെ അംശം തുടങ്ങി ഒരു വലിയ കല്ല് വരെ, ഒരു പർവ്വതം വരെ, എല്ലാ ജീവനില്ലാത്ത പദാർത്ഥങ്ങൾക്കും ഒരു മാസുണ്ട്, അവയെ ബന്ധിപ്പിച്ച് നിർത്തുന്ന ഘടകങ്ങളുണ്ട്, അവയുടെ അകത്തൊരു തന്മാത്ര, ഒരു സ്ട്രക്ചറുണ്ട്, ആ സ്ട്രക്ചറിനൊരു നിയന്ത്രണമുണ്ട്, ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സ്പേസുമുണ്ട്. ഇതിനെ പഴയ കാലങ്ങളിൽ പൂർവികർ പഞ്ചഭൂത സിദ്ധാന്തം, 5 പ്രിൻസിപ്പിൾ എന്ന് വിളിക്കപ്പെട്ടു. അപ്രകാരം തന്നെ ജീവനുള്ള ശരീരത്തിലോട്ട് പ്രവർത്തിക്കുമ്പോൾ ജീവനുള്ള ശരീരത്തിൽ സർവ്വതിനെയും കൺട്രോൾ ചെയ്യുന്ന ജനറ്റിക്കൽ ഫാക്ടേഴ്സ് ആകട്ടെ, ന്യൂറൽ കൺട്രോൾ നൽകുന്ന ഫാക്ടേഴ്സ് ആകട്ടെ, എല്ലാ കൺട്രോളുകളെയും, സെൽ ഡിവിഷൻ തുടങ്ങിയുള്ള എല്ലാ കൺട്രോളിങ് ഫാക്ടേഴ്സിനെയും നിയന്ത്രണം നൽകുന്ന പദാർത്ഥങ്ങളെ അവർ മുൻകാലങ്ങളിൽ അവർ വായു എന്ന് വിളിച്ചു, അല്ലെങ്കിൽ വാദം എന്ന് വിളിച്ചു. അവയിൽ നടക്കുന്ന ശരീരത്തിലുള്ള ഓരോ പദാർത്ഥങ്ങളിലും, ഓരോ തന്മാത്രകളിലും, ഓരോ മോളിക്യൂളുകളിലും നടക്കുന്ന കെമിക്കൽ ചേഞ്ചസ്, സർവ്വവിധ കെമിക്കൽ ചേഞ്ചസുകൾ, എൻസൈംസുകൾ, ഹോർമോൺസുകൾ തുടങ്ങി ഏതെല്ലാം ഘടകങ്ങൾ കെമിക്കൽ ചേഞ്ചസിന് ബാധകമായി തീരുന്നുവോ അവയെല്ലാം അവർ പിത്തമെന്നും അഗ്നിയെന്നും വിളിച്ചു. അപ്രകാരം തന്നെ ഏതെല്ലാം വിധത്തിൽ ഘടനകൾ നൽകുന്നു, ഏതെല്ലാം വിധത്തിൽ ജീവനെ നിലനിർത്തുന്നതിനു വേണ്ടിയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു, അതിനുവേണ്ടിയുള്ള എന്തെല്ലാം ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സുകൾ പ്രവർത്തിക്കുന്നു, ഇവയെല്ലാം കഫമെന്നോ ജലമെന്നോ അവർ വിളിച്ചു. ഇതിനെ ത്രിഗുണ സിദ്ധാന്തം, ത്രിദോഷ സിദ്ധാന്തം, 3 ദോഷങ്ങളുടെ, 3 ഫാക്ടറുകളുടെ അടിസ്ഥാനമാക്കി. ഇവ സൂക്ഷ്മഭാവങ്ങളാകുന്നു, നഗ്നനേത്രങ്ങൾക്ക് അതീതമാകുന്നു, കണ്ടെത്തുവാൻ പ്രയാസമുള്ളതാകുന്നു, കണ്ടെത്തുവാൻ പ്രയാസമുള്ളതാകുന്നു. ഈ സ്ഥൂലഭാവങ്ങൾ ശരീരത്തിൽ, ഈ സൂക്ഷ്മഭാവങ്ങൾ, ഇവയെല്ലാം സൂക്ഷ്മഭാവങ്ങൾ, ഈ സൂക്ഷ്മഭാവങ്ങൾ ശരീരത്തിൽ സ്ഥൂലമായി വരുന്നു. സ്ഥൂലമായി വരുമ്പോൾ ഓരോ ജീവിയും മെഷറബിളാകുന്നു. നീളമെത്ര, വണ്ണമെത്ര, നിറമെങ്ങനെ, ഭാരമെങ്ങനെ സ്ഥൂലഭാവങ്ങളായിത്തീരുന്നു. ഈ സ്ഥൂലഭാവമായ ഭാവം ശരീരമായിത്തീരുന്നു. ആ ശരീരം വണ്ണമുള്ളതോ വണ്ണമില്ലാത്തതോ, നിയന്ത്രണമുള്ളതോ നിയന്ത്രണമില്ലാത്തതോ ആയിത്തീരുന്നു. ഇങ്ങനെയുള്ള ഈ ശരീരവും ഈ മനസ്സിലും നമ്മുടെ സകല സുഖവും ദുഃഖവും കുടികൊള്ളുന്നു. സുഖമുള്ള ശരീരവും സുഖമില്ലാത്ത ശരീരവും, സുഖമുള്ള ശരീരം ആരോഗ്യമായിത്തീരുന്നു, സുഖമില്ലാത്ത ശരീരം രോഗമായിത്തീരുന്നു. സുഖമുള്ള മനസ്സ്, സുഖമില്ലാത്ത മനസ്സ്, സുഖമുള്ള മനസ്സ് ആരോഗ്യമായിത്തീരുന്നു, സുഖമില്ലാത്ത മനസ്സ് രോഗമായിത്തീരുന്നു. ഇവയുടെ സകല ആരോഗ്യത്തിൻ്റെയും സുഖത്തിൻ്റെയും അടിസ്ഥാനം ഇങ്ങനെ ഈ ശരീരവും മനസ്സുമാകുന്നു. ഇത് ചികിത്സയുടെ വിഷയമാകുന്നു, ആരോഗ്യത്തിൻ്റെ വിഷയമാകുന്നു, വെൽനസ്സിൻ്റെയും വിഷയമാകുന്നു. ത്രികയിലൂടെ അടുത്ത തവണ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നു. ആരോഗ്യമെന്ത്, വെൽനസ് എന്ത്, എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം. അതുവരെ താങ്കൾക്ക് നമസ്കാരം. വീണ്ടും കാണാം.